വരുന്ന വാർത്ത യുവ അഭിഭാഷകയെ സഹപ്രവർത്തക യുവ അഭിഭാഷകയെ മർദ്ദിച്ച കേസിൽ അഡ്വക്കേറ്റ് ബേലിൻ ദാസിന് ജാമ്യം നൽകിയിരിക്കുന്നു. JFMC 12ാം കോടതിയാണ് ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ അത് വിധി പറയാനായി മാറ്റിവെക്കുന്ന ഒരു സാഹചര്യം കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നു. അങ്ങനെ ജയിലിൽ തന്നെ തുടരേണ്ട സാഹചര്യത്തിൽ കൂടിയായിരുന്നു ബേലിൻ ദാസ്. ഇന്ന് തിങ്കളാഴ്ച കോടതി ഇത് ജാമ്യാപേക്ഷ പരിഗണിച്ചിരിക്കുന്നു. വിധി വരുമ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. വി അരുൺ ചേരുന്ന വിവരങ്ങളുമായി. അരുൺ, ഈ കഴിഞ്ഞ തവണയൊക്കെ ജാമ്യാപേക്ഷ തള്ളുകയായിരുന്നില്ല, അത് നീട്ടിവെക്കുകയായിരുന്നു. ഫലത്തിൽ ജയിലിൽ തുടരുകയായിരുന്നു ബെയിലിനെങ്കിലും. പക്ഷേ ഈ ജാമ്യാപേക്ഷ പരിഗണിക്കുമ്പോൾ ഈ പ്രതിഭാഗം പറഞ്ഞത് കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് വേണമോ മനസ്സിലാക്കാൻ ഈ ജാമ്യം നൽകിയതിലൂടെ? ജാമ്യ ഉത്തരവിന്റെ വിശദാംശങ്ങൾ പുറത്തുവരാനിരിക്കുന്നു. കർശന ഉപാധികളോടുകൂടിയാണ് ജാമ്യം എന്നാണ് നമുക്കിപ്പോൾ കോടതിയിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. 8 ഉപാധികളാണ് കോടതി മുന്നോട്ട് വച്ചത്. എന്തൊക്കെയാണെന്ന കാര്യത്തിൽ വ്യക്തത വരേണ്ടിയിരിക്കുന്നു. ഏതായാലും ജാമ്യം ഇന്ന് ലഭിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായിരുന്നു. പക്ഷേ അത് തന്നെ സംഭവിച്ചിരിക്കുന്നു. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ജാമ്യം നൽകിയേക്കുമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ഈ പ്രതിഭാഗത്തിന്റെ പ്രതീക്ഷ. ആ രീതിയിലായിരുന്നു അവരുടെ വാദമുഖങ്ങൾ. ഏതായാലും അന്ന് കോടതി ജാമ്യം കൊടുത്തില്ല, പകരം ഇന്നത്തേക്ക് മാറ്റുകയായിരുന്നു. ഇന്ന് ഉത്തരവ് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. ഉത്തരവിൽ എന്തൊക്കെ എന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വരേണ്ടിയിരിക്കുന്നു. 8 ഉപാധികൾ എന്ന് തന്നെ നമുക്ക് പറയാം. കർശനമായ ഉപാധികളുണ്ട്. ആ ഉപാധികൾ എന്തൊക്കെയെന്ന കാര്യമാണ് നമുക്കിനി അറിയേണ്ടത്. അല്പസമയത്തിന് വിശദാംശങ്ങൾ ലഭ്യമാകും. ഏതായാലും സഹപ്രവർത്തകയെ അതിക്രൂരമായി മർദ്ദിച്ച കേസിലെ പ്രതിക്കാണ് ഇപ്പോൾ കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി 12 ഈ കേസിൽ ജാമ്യത്തിൽ വാദം കേട്ടത്. അതിലിപ്പോൾ ജാമ്യ ഉത്തരവ് ഇന്ന് രാവിലെ അല്പസമയത്തിനകം പുറത്തു വന്നിരിക്കുന്നു. അതിൽ ഈ ബേലിൻ ദാസിന് ബെയിൽ നൽകിക്കൊണ്ടുള്ള ഉത്തരവാണ് കോടതി ഇട്ടിരിക്കുന്നത്. കർശന ഉപാധികളുണ്ട്. സ്വാഭാവികമായും അയാളുടെ ജൂനിയറായി പ്രാക്ടീസ് ചെയ്യുന്ന അഭിഭാഷകയാണ്. അതുകൊണ്ട് തന്നെ അവർക്ക് അവരെ സ്വാധീനിക്കാനും കേസ് അട്ടിമറിക്കാനും ഒക്കെ പ്രതിക്ക് കഴിയുമെന്നായിരുന്നു പ്രോസിക്യൂഷന്റെ വാദം. അത് പരിഗണിച്ചുകൊണ്ടാണ് കോടതി ആദ്യം ഇയാൾക്ക് ജാമ്യം നൽകാതിരുന്നത്. ഇപ്പോൾ ഈ ജാമ്യ ഹർജിയിൽ ബേലിൻ ദാസ് അനുകൂലമായി വിധി വരുമ്പോൾ എന്തൊക്കെയാണ് ഉപാധികൾ എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി അറിയാനുള്ളത്. അതിന്റെ വിശദാംശങ്ങൾ വൈകാതെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇന്ന് തന്നെ അയാൾ ജയിലിൽ നിന്ന് പുറത്തിറങ്ങുകയും ചെയ്യും. വലിയ ഒരു പിന്തുണ ഇയാൾക്ക് അഭിഭാഷക സമൂഹത്തിൽ നിന്ന് തുടക്കം മുതൽ ലഭിച്ചു എന്നുള്ളത് വസ്തുതയാണ്. അത് നമ്മൾ നേരത്തെ പുറത്തുവിട്ട ശബ്ദ സന്ദേശം ശ്യാമിലിയുടെ ശബ്ദ സന്ദേശത്തിലും അതിലെ വ്യസനം, അതിലെ ദുഃഖം അവർ പങ്കുവച്ചിരുന്നു. ഏതായാലും ശ്യാമിലിയുടെ പ്രതികരണവും വളരെ നിർണായകമാണ്. അധികം വൈകാതെ ശ്യാമിലിയുടെ പ്രതികരണവും ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ നീതി കിട്ടി എന്നായിരുന്നു ശ്യാമിലി ആദ്യഘട്ടം തന്നെ പ്രതികരിച്ചത്. ഏതായാലും കോടതി വിശദാംശങ്ങൾ ഇനിയും അറിയേണ്ടിയിരിക്കുന്നു. അവർ അതാണ് 8 ഉപാധികളുടെ ജാമ്യം എന്നാണ് വന്നിരിക്കുന്നത്. അത് ഏത് തരത്തിലാണ് ആ ഉപാധികൾ എന്നുള്ളത് അറിയാനിരിക്കുന്നു. അപ്പോഴും വിവരം നമ്മൾ ഈ നേരത്തെ ഈ മർദ്ദിച്ചു എന്നതിനപ്പുറത്തേക്ക് ഇയാൾ ഉപയോഗിച്ച ഭാഷയെല്ലാം അടക്കം പലതരത്തിലുള്ള വകുപ്പുകൾ കൂടുതൽ ഇതിനകത്ത് ചാർജ് ചെയ്യപ്പെട്ടിരുന്നു. ഈ ജാമ്യം കിട്ടാനുള്ള സാധ്യത ഉണ്ടാവുകയില്ല എന്ന തരത്തിലുള്ള വിലയിരുത്തലുകളൊക്കെ പല ഭാഗത്തുനിന്ന് വരികയും ആ തരത്തിലുള്ള പ്രതീക്ഷ ശ്യാമിലിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തിരുന്നു. തിരിച്ചു മർദ്ദിച്ചു തന്നെ എന്നതടക്കമുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ പ്രതിഭാഗം വാദിക്കുകയും ചെയ്തത്. ഇത് ഏത് തരത്തിൽ കോടതി കണ്ടു? ഇനി അങ്ങോട്ട് ഈ കേസിന്റെ മുന്നോട്ട് പോക്ക് എങ്ങനെയാണ് എന്നതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഉപാധികളുമായി ബന്ധപ്പെട്ട് തന്നെ ഉള്ള വിവരങ്ങൾ പുറത്തു വരണമല്ലേ? തീർച്ചയായിട്ടും ആ വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരേണ്ടത്. ഉപാധികൾ എന്തൊക്കെയാണെന്ന് അറിയേണ്ടത്. കാരണം ഈ വിഷയത്തിൽ ഇയാൾക്കെതിരെ ജാമ്യം നൽകരുതെന്ന ശക്തമായ എതിർവാദങ്ങൾ ഉയർന്നിരുന്നു. കാരണം പ്രതിയുടെ സ്വാധീനം, നിയമ പരിജ്ഞാനം ഇതൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇയാൾക്ക് ജാമ്യം നൽകിയാൽ അത് കേസിനെ ബാധിക്കും, കേസ് അട്ടിമറിക്കാൻ ഇടയാക്കുമെന്ന വാദമാണ് പ്രോസിക്യൂഷൻ മുന്നോട്ട് വച്ചത്. ഇയാൾക്ക് വേണ്ടി ഹാജരായ അഭിഭാഷകനാകട്ടെ ഇയാളെ മനഃപൂർവ്വം പ്രകോപിപ്പിച്ച് ഇത്തരം ഒരു കുറ്റകൃത്യത്തിൽ എത്തിക്കുകയായിരുന്നു. ശ്യാമിലിയാണ് പ്രകോപനം ഉണ്ടാക്കിയത്, ശ്യാമിലിയാണ് ഇയാളെ മർദ്ദിച്ചത് തുടങ്ങിയ വാദങ്ങളാണ് ഉന്നയിച്ചത്. ഏതായാലും എന്തൊക്കെയാണ് ഇതിൽ ഇനി കോടതി കണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് കോടതി ഈ കേസിൽ ഇയാളുടെ ഏത് സാഹചര്യത്തിലാണ് ജാമ്യം അനുവദിച്ചതെന്ന കാര്യമാണ് വ്യക്തമാകേണ്ടത്. അല്പസമയത്ത് ഇതിന്റെ വിശദാംശങ്ങളിലേക്ക് നമുക്ക് കടക്കാനാകുമെന്ന് കരുതുന്നു. ഇയാളുടെ അഭിഭാഷകരുമായി നമ്മൾ ബന്ധപ്പെടുന്നുണ്ട്. ഏതായാലും ശരിക്കും അഭിഭാഷക സമൂഹത്തിന് വലിയ ഭിന്നിപ്പുണ്ടാക്കിയ ഒരു സംഭവത്തിന്റെ സംഭവം കൂടിയായിരുന്നു ശ്യാമിലി എന്ന ജൂനിയർ അഭിഭാഷകയെ ഈ രീതിയിൽ അതിക്രൂരമായി സീനിയർ അഭിഭാഷകൻ മർദ്ദിച്ചത്. ഓഫീസിലെ ചില ഈഗോ ക്ലാഷുകളുടെ ഭാഗമെന്ന് പറയുമ്പോഴും അതിക്രൂരമായ മർദ്ദനമായിരുന്നു. ആ
യുവതിയുടെ കവിളിലിന് പൊട്ടലേക്ക് തരത്തിലുള്ള മർദ്ദനം, അതൊക്കെ കൊണ്ടാണ് പോലീസ് വകുപ്പുകൾ കൂട്ടിച്ചേർത്ത് ഇയാൾക്കെതിരെ ചാർജ് ഷീറ്റ് FIR രജിസ്റ്റർ ചെയ്തത്. അതിന്റെ ഭാഗമായായിരുന്നു ഇയാളെ ജയിലിലേക്ക് അയക്കാൻ കോടതി തീരുമാനമെടുത്തത്. 3 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം ഇന്ന് ബെയിലിൻ ദാസ് പുറത്തിറങ്ങും. ഏതായാലും ഈ കോടതി മുന്നോട്ട് ഉപാധികൾ എന്ത് എന്ന കാര്യമാണ് ഇനി വ്യക്തമാകേണ്ടത്. അതോടൊപ്പം തന്നെ ഇനിയിപ്പോൾ ജാമ്യം ലഭിക്കുമ്പോൾ ഇനി ഈ കേസിന്റെ മുന്നോട്ടുള്ള പോക്ക് അത് ഏത് തരത്തിലാണെന്നുള്ളത്, പ്രത്യേകിച്ച് സീനിയർ അഭിഭാഷകൻ കൂടിയായ ഒരാളായതുകൊണ്ട് കൂടി തന്നെ ഇനി ശ്യാമിലിയുടെ പ്രതികരണം അത് ഏത് തരത്തിൽ വരുന്നു എന്നുള്ള ഒരു കാര്യം കൂടി പ്രധാനമാകുന്നു. ഈ സഹപ്രവർത്തകർ തന്നോടൊപ്പം നിന്നില്ല, ആ തരത്തിലുള്ള ആരോപണങ്ങളുമായി ശ്യാമിലി ഒരുപക്ഷെ അത് കൂടുതൽ ശക്തമാക്കാനുള്ള ഒരു സാധ്യതയുമുണ്ട് ഈ അവസരത്തിൽ. തീർച്ചയായിട്ടും ഒരു കാര്യം പക്ഷെ ശ്യാമിലി പറഞ്ഞത്, ഇയാൾ അറസ്റ്റ് ചെയ്യപ്പെട്ടപ്പോൾ തന്നെ തനിക്ക് നീതി ലഭിച്ചു എന്നുള്ളതാണ്. അവർ പരമാവധി അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന കാര്യത്തിൽ അവർക്ക് പോലും ഉറപ്പില്ല. അതുകൊണ്ടാണ് അവർ ആ രീതിയിലൊരു പ്രതികരണം നടത്തിയത്. ഇയാൾ അറസ്റ്റിലായി ജയിലിൽ അടയ്ക്കപ്പെട്ടപ്പോൾ തന്നെ തനിക്ക് നീതി കിട്ടി, വലിയ തരത്തിൽ കേസ് അട്ടിമറിക്കാൻ ശ്രമം നടക്കുന്നു എന്ന പരാതി ആദ്യ ഘട്ടം മുതൽ അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കാരണം ഇയാളുടെ ജൂനിയർ അഭിഭാഷകർ, മറ്റു അഭിഭാഷകർ അയാൾക്കൊപ്പമാണ്. ബാർ അസോസിയേഷൻ യോഗത്തിൽ പോലും ശ്യാമിലിയെ തള്ളി പറഞ്ഞുകൊണ്ട് ഈ ബെയിലിൻ ദാസ് എന്ന സീനിയറെ പിന്തുണച്ചുകൊണ്ടുള്ള പ്രതികരണമാണ് അഭിഭാഷകർ നടത്തിയത്. വനിതാ അഭിഭാഷകർ അടക്കം ആ രീതിയിലുള്ള പ്രതികരണം നടത്തിയിരുന്നു. ആ സാഹചര്യത്തിൽ കേസ് അട്ടിമറിക്കപ്പെടുമോ എന്ന ഒരു ആശങ്ക വലിയ രീതിയിൽ തന്നെ ഈ ശ്യാമിലിക്കുമുണ്ട്, അവരെ പിന്തുണയ്ക്കുന്നവർക്കുമുണ്ട്. അഭിഭാഷകരിൽ ചെറിയൊരു സമൂഹം മാത്രമാണ്, ചെറിയൊരു വിഭാഗം അഭിഭാഷകർ മാത്രമാണ് ശ്യാമിലിക്ക് പിന്തുണയുമായി ഇപ്പോഴും രംഗത്തുള്ളത്. ആദ്യഘട്ടത്തിൽ ശ്യാമിലിക്കൊപ്പം നിന്ന ചിലർ പോലും പിന്നീട് ഇയാളെ അറസ്റ്റ് ചെയ്ത് ജയിൽ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരുമ്പോൾ അയാൾക്ക് അനുകൂലമായി നിലപാട് മാറ്റിയെന്നത് കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. റൈറ്റ്, 8 ഉപാധികളുടെ ജാമ്യം നൽകിയിരിക്കുന്നു എന്നുള്ള ഒരു കാര്യമാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ ഉപാധികൾ എന്താണ് എന്നുള്ളത് ഇതിനകത്ത് പ്രധാനമായിട്ടും അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന്റെ അഭിഭാഷകൻ വാദിച്ചത് തനിക്കെതിരെയും മർദ്ദനമുണ്ടായി എന്നുള്ള കാര്യം കൂടിയായിരുന്നു. മാധ്യമങ്ങളോട് തന്നെ പ്രതികരിക്കാതെ എല്ലാം കോടതിയിൽ പറഞ്ഞുകൊള്ളാം എന്നുള്ളൊരു നിലപാടിലേക്ക് ബെയിലിൻ ദാസ് പോകുന്നു. പലരും ബാർ അസോസിയേഷനിലെ സെക്രട്ടറി തൊട്ട് ഇങ്ങോട്ട് പലരും തൻ്റെ കൂടെ നിന്നില്ല, സഹപ്രവർത്തകർ കൂടെ നിന്നില്ല എന്നൊരു പരാതി അഡ്വക്കേറ്റ് ശ്യാമിലിയുടെ ഭാഗത്ത് നിന്നുണ്ടാവുകയും ചെയ്തിരിക്കുന്നു. ഈ ഉപാധികൾ എത്രത്തോളം കർശനമാണ് എന്നതുകൂടി ഈ കേസിൻ്റെ മുന്നോട്ടുള്ള പോക്കിനെ ബാധിക്കുന്നു. എന്തായാലും ഇതിൽ നിന്ന് പിന്നോട്ടില്ല എന്ന് അഡ്വക്കേറ്റ് ശ്യാമിലി പറയുകയും ചെയ്തിരിക്കുന്നു. അരുൺ, ഇത് എന്തായാലും ഈ നിയമ നടപടികളുമായിട്ട് ഇനിയും മുന്നോട്ട് പോകും, ആ ഒരു സൂചനകൾ തന്നെയാണ് അഡ്വക്കേറ്റ് ശ്യാമിലിയും കുടുംബാംഗങ്ങളും വ്യക്തമാക്കുന്നത്, അല്ലേ? തീർച്ചയായിട്ടും ഒരു തരത്തിലുള്ള പിന്നോട്ട് പോക്കം ഉണ്ടാകില്ല. ഈ പ്രൊഫഷനിൽ തുടരണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പക്ഷേ അതിന് സമ്മതം തന്നില്ല എങ്കിൽ പോലും, അത് കഴിഞ്ഞില്ല എങ്കിൽ പോലും ഒരു തരത്തിലും പിന്നോട്ട് പോകില്ല എന്നൊരു നിലപാടാണ് ശ്യാമിലി കഴിഞ്ഞ ദിവസം വരെയും പ്രകടിപ്പിക്കുന്നത്. കൃത്യമായി ആ ഒരു നിലപാട് തന്നെ മുന്നോട്ട് പോകും. കേസിൽ നിന്ന് പിന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് അവർ വ്യക്തമാക്കുന്നു. ഇപ്പോൾ നമ്മൾ ഈ ബെയിലിൻ ദാസിന്റെ അഭിഭാഷകനുമായി സംസാരിച്ചു. എന്തൊക്കെയാണ് ജാമ്യ ഉപാധികൾ എന്ന കാര്യത്തിൽ വ്യക്തത വന്നിട്ടില്ല. കോടതി ഈ ഉപാധികളുടെ ജാമ്യം അനുവദിക്കുന്നു എന്നൊരു പരാമർശം മാത്രമാണ് നടത്തിയത് എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. അല്പസമയത്തിനകം അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകും. ഏതായാലും ഉപാധികളോട് തന്നെയാണ് ജാമ്യം. സാധാരണഗതി ഇത്തരം ഒരു കേസിൽ അങ്ങനെ മാത്രമേ ജാമ്യം നൽകാനാകൂ. ഈ ജൂനിയർ അഭിഭാഷകരുടെ അതേ ഓഫീസിൽ സ്ഥിരമായി ജോലി ചെയ്യുന്ന ആളാണ്, അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് ഈ ബെയിലിൻ ദാസ്. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവർ തമ്മിൽ കോടതിയിൽ വെച്ചുമൊക്കെ കണ്ടുമുട്ടേണ്ട സാഹചര്യമുണ്ട്. അതുകൊണ്ട് അത്തരം സാഹചര്യം ഒഴിവാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ കണ്ടുമുട്ടുമ്പോഴും ഇവരെ സ്വാധീനിക്കുന്നത് ഒഴിവാക്കാനോ ഒക്കെ ഉള്ള ഒരു ശ്രമം അഭിഭാഷകരുടെ കോടതിയിലെ നിരീക്ഷണം ഉണ്ടാകും. അതുകൊണ്ട് തന്നെ ആ കാര്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ജാമ്യമാകാം ഇയാൾക്ക് നൽകിയത്. ആ വ്യവസ്ഥകളാണ് ഇനി അറിയേണ്ടത്. എന്തൊക്കെയാണ് വ്യവസ്ഥകളുടെ കാര്യത്തിലാണ് വ്യക്തത വരേണ്ടത്. മഞ്ചൂർ കോടതിയാണ് ജാമ്യം നൽകിയത് അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന്. അതിൽ ഉപാധികളോടെ 8 ഉപാധികളോട് കൂടിയാണ് ജാമ്യം നൽകിയിരിക്കുന്നത്. അതെന്താണ് എന്നുള്ളത് അല്പസമയം വിധി പകർപ്പ് വരുമ്പോൾ വ്യക്തമാകും. അത് ചിത്രം കൂടുതൽ അറിയുക. അഡ്വക്കേറ്റ് ശ്യാമിലിയുടെ പ്രതികരണവും ഏതായാലും കാത്തിരിക്കുന്നു. അഡ്വക്കേറ്റ് ശ്യാമിലി ഏത് തരത്തിലാണ് ഇത് അറസ്റ്റ് ചെയ്തപ്പോൾ തനിക്ക് നീതി കിട്ടി എന്നുള്ള അഭിപ്രായമാണ് അഡ്വക്കേറ്റ് ശ്യാമിലി പ്രകടമാക്കിയത്. പക്ഷേ അറസ്റ്റ് വൈകിയ സാഹചര്യം, ഓഫീസിൽ കയറി അറസ്റ്റ് ചെയ്യാൻ കൂട്ടാക്കാതിരുന്ന ബാർ അസോസിയേഷനിലെ സെക്രട്ടറി ഇടപെട്ടുകൊണ്ടാണ് എന്നുള്ള ആരോപണം. 3 ദിവസത്തോളം ബെയിലിൻ ദാസിന് ഒളിച്ച് താമസിക്കാൻ സഹായം കൊടുത്തത് ആരാണ് എന്നുള്ള അതിലുള്ള വിമർശനമൊക്കെ അഡ്വക്കേറ്റ് ശ്യാമിലിയും അവരുടെ കുടുംബാംഗങ്ങളും ഉയർത്തിയിരുന്നു. ഏതായാലും ഇതിൽ ജാമ്യ അപേക്ഷയിൽ വിധി പറയാതെ നീട്ടിവെച്ചതുകൊണ്ട് ബെയിലിൻ ദാസിന് ജയിലിൽ കഴിയേണ്ട സാഹചര്യമുണ്ടായി. എന്നാൽ ഇപ്പോൾ വന്നിരിക്കുന്ന വിധി ജാമ്യം അനുവദിച്ചുകൊണ്ടുള്ളതാണ്.